Evening to you all. Class is in record, so the link will be uploaded tomorrow. And today we are going to learn some basic tips of how we can make meaningful sentences in English language. First of all, you just avoid thinking in Malayalam and changing the idea into English. That is not a good way to speak. When you start speaking in English, first of all, you have to you have to create a habit of thinking in English. അതാണ് കാരണം പലപ്പോഴും നമ്മൾ മലയാളത്തിൽ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ് പൊതുവിൽ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന എല്ലാവരുടെ അടുത്തും കണ്ടുവരുന്നത്. അതൊരു ശരിയായ പ്രവണതയല്ല. അത് വിജയകരം അല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ചില ആളുകളെ സംബന്ധിച്ച് അത് വലിയ പരാജയമായിരിക്കും. ഓക്കെ, പിന്നെന്താണ് അതിനുള്ളൊരു പോംവഴി? നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിച്ച് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചിന്തിക്കുക അല്ലേ? ഇവിടെ മലയാളത്തിൽ തന്നെ മര്യാദക്ക് ആലോചിക്കണില്ല, പിന്നീട് ഇംഗ്ലീഷിൽ. അപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഇംഗ്ലീഷിലെ ലഘുവായിട്ടുള്ള വാക്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ ടെൻസിലൂടെ നിങ്ങൾക്ക് ബേസിക് സെൻറ്റൻസുകൾ എന്ന പേരിൽ അഥവാ അടിസ്ഥാന വാക്യങ്ങൾ എന്ന പേരിൽ 6 വാക്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ, നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. അപ്പോൾ വൈകി അഡ്മിഷൻ എടുക്കുന്ന നമ്മുടെ സഹോദരിമാരൊക്കെ തന്നെ ഈ ഒരു 6 വാക്യങ്ങൾ നമ്മൾ എല്ലാ ക്ലാസ്സിലും ഈ 6 വാക്യങ്ങളെ പേര് പറഞ്ഞു തരും. ഈ 6 വാക്യങ്ങൾ എന്താണെന്ന് പറയും. അപ്പോൾ അത് കേട്ട് മടുക്കുന്നവർ ഒന്ന് ക്ഷമിക്കണം എന്ന് പറയുകയാണ്, സഹകരിക്കണം എന്ന് പറയുകയാണ്. കാരണം ഇത് നിങ്ങൾക്ക് ശരിക്കും ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് പഠിക്കാൻ, നല്ല പോലെ ഇംഗ്ലീഷിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു വീട്ടിലേക്ക് കയറുകയാണ്. ആളൊഴിഞ്ഞ, ആളുകൾ താമസിക്കാത്ത ഒരു വീട്ടിൻ്റെ അകത്തേക്ക് നിങ്ങൾ കയറുകയാണ്. ആ വീട്ടിൻ്റെ അകത്ത് ഓരോ റൂമിലേക്ക് നിങ്ങൾ പോകുന്നു. അവിടെ നിങ്ങൾ കാണുന്ന ഓരോ സീനറിയും ഓരോ കാഴ്ചയും നിങ്ങളിങ്ങനെ വിവരിക്കുകയാണ്. ആ റൂമിനെ കുറിച്ച് വിവരിക്കുകയാണ്. അതെങ്ങനെ വിവരിക്കുക? നമ്മൾ ആദ്യം മലയാളത്തിൽ ആലോചിക്കൊന്നുമില്ല, പകരം നമ്മൾ പറയും This is a big room. This is a big room. Its measurement may be 12 into 10 feet. നമ്മൾ അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ പറഞ്ഞു എന്ന് വരും റൂമിനെ കുറിച്ച് പറയുമ്പോൾ. And it has a lot of conveniences. So there is a cot with a bed there. അവിടെ ഈ ബെഡുള്ളൊരു കട്ടിലുണ്ട്. And there is some shelf also there. അവിടെ ഒരു ഷെൽഫ് ഉണ്ട്. നമ്മൾ there is എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഉള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇത് ഇംഗ്ലീഷിൽ നമ്മൾ കറക്റ്റ് ഇംഗ്ലീഷിലാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മലയാളത്തിൽ ആലോചിക്കണില്ല. മലയാളത്തിൽ ആലോചിച്ചിട്ട് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുമ്പോഴാണ് ഒരുപാട് സമയത്തിൻ്റെ ഗ്യാപ്പ് വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ ചോവായൂർ ബസ് സ്റ്റോപ്പിൽ നിങ്ങൾ നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങളടുത്ത് ഒരു ഇംഗ്ലീഷുകാരൻ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്? എനിക്ക് എങ്ങനെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ കഴിയും? അദ്ദേഹത്തിന് എൻട്രൻസ് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ എൻട്രൻസ് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി, അതുകൊണ്ട് പോകാനുള്ള വഴിയും പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ പക്ഷെ അതിന് പകരം നിങ്ങളിങ്ങനെ മലയാളത്തിൽ ആലോചിച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ആ ഒരുങ്ങിയിട്ട് നിങ്ങളൊരു 1-2 മിനിറ്റൊക്കെ എടുത്തു ഇങ്ങനെ ആലോചിച്ച് റെഡിയാക്കി പറയാൻ വേണ്ടി നിങ്ങൾ കണ്ണ് തുറന്ന് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറയാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴേക്കും നിങ്ങൾ നേരെ മുമ്പിൽ സായിപ്പിനെ കാണുന്നില്ല. കാരണം സായിപ്പ് അതുവഴി വന്ന ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞ് അയാൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ കയറി കെടുത്തം ആരംഭിച്ചേക്കണ സമയമായപ്പോഴേക്കും. കാരണം ആളുകൾ ഫാസ്റ്റാണ്. അപ്പോൾ നമ്മളെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ റീപ്ലൈ പ്രതീക്ഷിക്കുന്നതും ഫാസ്റ്റായിട്ട് തന്നെയാണ്.
അല്ല നമ്മൾ കുറേ ഇങ്ങനെ ലാഗ് അടുപ്പിച്ചിട്ട് കൊല്ലുന്ന രീതി ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇക്കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുക. ഞാൻ നമ്മുടെ ഈ ഒരു പഠന പദ്ധതിയിൽ ആ ഒരു രീതിക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. നമ്മൾ പറയുന്ന വാക്യങ്ങൾക്ക് മലയാളമുണ്ട്, ആ മലയാളം നിങ്ങളെ പഠിപ്പിക്കും. പക്ഷേ മലയാളത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മലയാളം പഠിപ്പിക്കുന്നതല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പകരം മലയാളം നമ്മളെ മാതൃഭാഷയാണ്. ആദ്യമൊക്കെ മലയാളത്തിൽ നമുക്ക് മലയാളത്തിൽ ഐഡിയ വന്നോട്ടെ, പക്ഷെ നിങ്ങൾ ആ വാക്യം മലയാളത്തിൽ കരുതരുത്. കാരണം ഐഡിയകൾ എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞുതരാം, ഒരു ഐഡിയ തന്നെ പല കേസിലും നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ സമയത്ത് ഞാനവിടെ ക്ലാസ് എടുക്കുകയാണ്, ഓഫ്ലൈൻ ക്ലാസ് എടുക്കുകയാണ് സങ്കല്പിക്കുക. അപ്പോൾ ആ സമയത്താണ് എന്നെ കാണാൻ വേണ്ടി ഒരു ഹിന്ദി ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരാൾ അവിടെ വരാന്തയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ അയാളെ കാണുന്നില്ല, ഡോറ് ക്ലോസ് ചെയ്ത കാരണം കാണുന്നില്ല. നിങ്ങൾ വിൻഡോയിലൂടെ അയാളെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ രണ്ട് രീതിയിൽ ആ കാര്യം നിങ്ങൾ എന്നെ അറിയിക്കും. ഒന്ന്, നിങ്ങൾ ഇങ്ങനെ പറയും, എക്സ്ക്യൂസ് മീ സർ. അപ്പോൾ ഞാൻ പറയും, യെസ് സർ, യു ഹാവ് എ വിസിറ്റർ. യു ഹാവ് എ വിസിറ്റർ. എന്താ അർത്ഥം? നിങ്ങൾക്കൊരു സന്ദർശകനുണ്ട്. ഓക്കെ. ഇനി രണ്ടാമത്തെ കേസിൽ നിങ്ങൾ ഇങ്ങനെ പറയും, എക്സ്ക്യൂസ് മീ സർ. ഞാൻ പറയും യെസ് സർ, സംബഡി ഹാസ് കം ടു സീ യു. സർ, സംബഡി ഹാസ് കം ടു സീ യു. സാറിനെ കാണാൻ വേണ്ടി ആരൊരാൾ പുറത്ത് വന്നിരിക്കുന്നു അല്ലേ? ഈ രണ്ടും ഐഡിയ ഒന്നല്ലേ, ആശയം ഒന്നല്ലേ അല്ലേ? പക്ഷെ രണ്ട് കാര്യവും പറഞ്ഞത് ഡിഫറെന്റ് സെന്റൻസ് ആണ് വന്നത്. പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത സെന്റൻസ് ആണ് വരുന്നത്. കാരണം പിന്നെ ഒന്നാമത്തെ ഭാഗത്തിൽ പറഞ്ഞ ഒരു വാക്ക് പോലും രണ്ടാമത്തെ ഭാഗത്തിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഒരേ കാര്യം, ഒരേ ഐഡിയ പറയാൻ തന്നെ ഡിഫറെൻ്റ് ആയ സ്ട്രക്ചറുകൾ, ഡിഫറെൻ്റ് ആയ സെന്റൻസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രീതി ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ചെറിയ വാക്യങ്ങൾ നിങ്ങളെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാം. അതുവഴി ഓരോ സാഹചര്യത്തിലും, അതായത് നമ്മളിപ്പോൾ ഓരോ സാഹചര്യം എടുക്കുക, ഒരു സിറ്റുവേഷൻ, സാഹചര്യം, ആ സാഹചര്യത്തിൽ എന്താണോ ഇംഗ്ലീഷ് പറയേണ്ടത് അത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ വെൻ സംബഡി കംസ് ടു മീറ്റ് യു ഓർ സ്പീക്ക് വിത്ത് യു, യു ഹാവ് ടു കോൺവേഴ്സ് വിത്ത് ഹിം ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലൈക്ക് യൂസിങ് ദീസ് സിമ്പിൾ സെൻറ്റൻസസ്. ദാറ്റ് ഇസ് വാട്ട് ഐ മീൻ. ഓക്കെ. ഈ രീതി നല്ല വിജയം തന്നെയാണ്. അതിൻ്റെ കൂടെ കുറച്ചൊരു സ്റ്റക്ക് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലാസ് ആരും മൈക്കൊന്നും ഓണല്ലല്ലോ. സ്റ്റക്ക് വരുന്നുണ്ടോ? ആ, സ്റ്റക്ക് വരുന്നവരൊന്ന് ക്ലാസ് ഒന്ന് ലെഫ്റ്റ് ആയിക്കാണ്ട് വീണ്ടും ജോയിൻ ചെയ്യൂ കേട്ടോ. സ്റ്റക്ക് വരുന്നുണ്ടെങ്കിൽ ക്ലാസ് നിന്ന് ലെഫ്റ്റ് ആയിക്കാണ്ട് ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ സ്റ്റൈലാണ് നിങ്ങൾ 6 വാക്യങ്ങൾ. അതുകൊണ്ട് ഈ 6 വാക്യങ്ങൾ കേവലം ഒരു വളരെ ചെറിയ വാക്യങ്ങളാണ്. അതിപ്പോൾ ഇംഗ്ലീഷിന് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്, അത് നോർമൈൻഡ് ചെയ്യരുത്. കാരണം ഞാനൊരു 10-27 കൊല്ലമായിട്ട് ഈ മേഖലയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയാൻ പഠിപ്പിക്കാം. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു കാര്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിങ്ങളെ ഇപ്പോൾ നിങ്ങൾ ടെൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ വേറെ പലതും പഠിപ്പിക്കുന്നുണ്ട്. ഏകദേശം ടെൻസുകളും മറ്റെല്ലാം കൂടി 100 സിറ്റുവേഷൻ, ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട 100 സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്താണ് പറയേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ് നമ്മൾ ഈ ക്ലാസ് വിനിയോഗിക്കുക. അതുകൊണ്ട് എല്ലാവരുടെയും കോപ്പറേഷൻ, എല്ലാവരുടെയും അകമഴിഞ്ഞുള്ള സഹകരണം നമ്മുടെ ഈ ക്ലാസ്സിന് ആവശ്യമാണ്. കറക്റ്റ് സമയത്തിന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. മാക്സിമം ക്ലാസ് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് നോക്കുക. കാരണം അറിയാലോ, ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന ഇത്തരം കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ചാകര എന്ന് പറയും, സാധാരണ കടലിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ചാകര. അതിനേക്കാളും വലിയ പ്രതിഭാസമായിട്ടാണ് ഈ കമ്മ്യൂണിക്കേറ്റീവ് അതല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആരുടെയും മെത്തേഡിന് ഒരു കുഴപ്പമില്ല. എല്ലാവരും പഠിപ്പിക്കേണ്ട മെത്തേഡ് ഏറെക്കുറെ പെർഫെക്ഷനിലേക്ക് എത്തുന്ന മെത്തേഡ് തന്നെയാണ്.
പക്ഷെ പഠിക്കുന്ന ആളുകളുടെ മനോഭാവത്തിലുള്ള പ്രശ്നമാണ്. കാരണം നമ്മൾ ആദ്യം തന്നെ ക്ലാസ്സിന് പോകും, അവിടെ പഠിപ്പിക്കുന്ന സാറ് ഫുൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് ബേജാറാവുകയാണ്. എന്നെ കൊണ്ട് ഒന്നും കഴിയൂല. ആ തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മത്തിൽ നിങ്ങളെ കൊണ്ട് കാര്യം നടക്കൂല. കാരണം നിങ്ങളെ മനസ്സാണ് നിങ്ങൾ എന്താവണം, നിങ്ങൾ എന്ത് പഠിക്കണം, നിങ്ങൾ എങ്ങനെ പഠിക്കണം, നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എത്ര കണ്ട് തീക്ഷ്ണമായി പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളെ മനസ്സെന്നാണ്. മനസ്സിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു ധാരണ കൊടുക്കുകയാണ്, എന്ത് എന്നെക്കൊണ്ട് ഈ കാര്യം സാധിക്കൂല, പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ വേണം, കൂടെ വർക്ക് ചെയ്യുകയും വേണം കേട്ടോ. അല്പം ഇന്ന് ഞാൻ ടെൻസിലേക്ക് പോകുന്നില്ല, ടെൻസ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. കുറച്ചും കൂടി കുട്ടികൾ ഇനിയും ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയമുള്ള ചില പദങ്ങൾ എടുത്തുകൊണ്ട് ബേസിക് സെൻറ്റൻസ് കൂടുതൽ എഫക്റ്റീവായി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഏറ്റവും പരിചയമുള്ള ഒരു പദം എടുക്കാം. ഞാൻ എടുക്കുന്ന പദങ്ങൾ മിക്കതും ഇംഗ്ലീഷിലെ ഓക്സിലറി വേർബുകളായിരിക്കും, സഹായക ക്രിയകളായിരിക്കും. ഓക്കെ, ഞാൻ ആദ്യമായി എടുക്കുന്ന ഇംഗ്ലീഷ് ഓക്സിലറി വേർബാണ് ക്യാൻ. CAN, ക്യാൻ. ഓക്കെ, ഈ ക്യാൻ എന്ന വേർഡിൻ്റെ മീനിങ് നമ്മളൊക്കെ പലപ്പോഴും പഠിച്ചതാണ്. ഇനി പഠിച്ച് മറന്നവർക്ക് വേണ്ടിയോ പഠിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയോ ഞാൻ ഒന്നും കൂടി മീനിങ് പറയാം. കഴിയുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ക്യാൻ എന്ന വാക്കിൻ്റെ അർത്ഥം കഴിയുക എന്നാണ്. അപ്പം നമ്മൾ ഈ ക്യാൻ എന്ന ഈ ഒരു ഒറ്റ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 6 വാക്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. 6 വാക്യങ്ങൾ. നിങ്ങളെ സമ്പൂർണമായ ശ്രദ്ധ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രീതി കണ്ടല്ലോ. ഇത് ഞാൻ ഞങ്ങൾ ഇംഗ്ലീഷ് ടെസ്റ്റ് പഠിപ്പിക്കുമ്പോൾ കോമഡിയും തമാശയും കാര്യമൊക്കെയാണ്. എന്നാൽ ഇവിടെ നമുക്ക് കോമഡിക്കും തമാശക്കും കാര്യത്തിനൊന്നും സ്കോപ്പ് ഇല്ല, അത് കുറവാണ്. കാരണം ഇവിടെ നമ്മൾ സീരിയസ് ആയിരിക്കുക തന്നെ വേണം. നേരത്തെ ഞാൻ കോമഡിയിലേക്ക് പോകില്ല എന്നല്ല, ആരെങ്കിലും ക്ലാസ് ഉറക്കം നോക്കുമ്പോൾ നമ്മൾ കോമഡിക്ക് പോകും സ്വാഭാവികമായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇത്തരം ചെറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ചെറിയ വാക്യങ്ങൾ മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യ ഒരു വാക്യം നിങ്ങളെ പഠിപ്പിക്കാം. ശ്രദ്ധിക്കുക, വൈകി ജോയിൻ ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കുക. 6 വാക്യങ്ങളെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. ലെക്ചർ നോട്ട് കയ്യിലുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു A4 ഷീറ്റോ ന്യൂസ് പ്രിന്റോ 4 മടക്കിക്കാണ്ട് അത് കയ്യിൽ വെച്ചാൽ മതി. അതിൽ നിങ്ങൾ പേന കൊണ്ട് എഴുതി വെക്കും ഞാൻ പറഞ്ഞ കാര്യം. എനിക്കറിയാം, കാരണം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് സംസാരിപ്പിച്ചുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്ന രീതി എഴുത്തും വായനയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ രീതി ആദ്യം ഫോളോ ചെയ്തുകൊണ്ട് ക്രമേണ ഗ്രാജ്വലി നമുക്ക് ഈ സ്പോക്കണിലേക്ക് മാറാനേ കഴിയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് മാറാൻ കഴിയൂല. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കുക, ക്യാൻ. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നോട്ട്സ് നമ്മൾ ക്ലാസ്സിൽ സാധാരണ ഞാൻ പറയുന്ന ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക. കാരണം നിങ്ങളിപ്പോൾ നിങ്ങളെ ഹസ്ബൻഡോ മറ്റോ ഒക്കെ ഒരുപക്ഷെ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ സംശയിച്ചു പോകും. കാരണം അവർ പങ്കെടുത്ത സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൊന്നും ഈ രീതിയിൽ നോട്ട്സ് എഴുതാനോ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. നോട്ട്സ് എഴുതി പഠിപ്പിക്കേണ്ട ഒരു സംഭവമല്ല സ്പോക്കൺ ഇംഗ്ലീഷ്. നീന്തൽ പോലെ തന്നെയാണ്. സ്വിമ്മിങ് നോട്ട്സ് എഴുതി പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണോ? ആ നോട്ട്സ് എഴുതി പഠിപ്പിച്ചു, നിങ്ങളെ നീന്തലിൻ്റെ എക്സാം നടത്തി നിങ്ങൾക്കതിൽ A+ കിട്ടി. നിങ്ങളെ കുളത്തിന് മുമ്പിൽ കൊണ്ടുപോയി തള്ളിയിട്ട് കുളത്തേക്ക് എന്താ ഉണ്ടാവുക? ഒരു 5 മിനിറ്റ് കൊണ്ട് പല കാര്യവും തീരുമാനമാകും അല്ലേ? മിക്കവാറും ഈ മലപ്പുറത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവിടെ സെമിത്തേരി ആദ്യം വിളിച്ചിട്ട് ഒരു ഒരു ഗ്രേവ് ബുക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഈ അറബിയിൽ പറയും കബർ ബുക്ക് ചെയ്യാന്ന്. രണ്ടാമത്തെ കാര്യം, പോലീസിൻ്റെ പെർമിറ്റ് എടുക്കേണ്ടി വരും മൈക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യാൻ. കോഴിക്കോട്, മലപ്പുറം, മലബാർ ഭാഗങ്ങളിലുള്ള ഒരു സ്റ്റൈലാണിത്. ഇനി മൂന്നാമത്, നമ്മൾ ബേക്കറി പോയിട്ട് അവിടെ സാധനം ബുക്ക് ചെയ്യേണ്ടി വരും അല്ലേ? നമ്മൾ സാധാരണ ഇവിടെ കണ്ടല്ലോ ഈ ബേക്കറി കൊണ്ടുപോകേണ്ട സംഭവം അറിയില്ല നിങ്ങൾക്ക്. ഇങ്ങനെയുള്ള പല കാര്യവും ആ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തീരുമാനമാവും. മനസ്സിലായോ? അപ്പം അങ്ങനെ തീരുമാനം ആവാത്ത ഇരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, പ്രാക്ടിക്കൽ. സ്വിമ്മിങ്ങിന് പ്രാക്ടിക്കൽ ആവശ്യമാണ്, ഇംഗ്ലീഷിന് പ്രാക്ടിക്കൽ നല്ലപോലെ ആവശ്യമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്യാൻ. ആദ്യം വളരെ ലഘുവായ രീതിയിൽ വാക്യം പഠിപ്പിക്കുകയാണ്. ഹീ ക്യാൻ ഗോ. ഹീ ക്യാൻ ഗോ. ഹീ എന്ന വേർഡ് നമുക്കറിയാം, അത് വ്യക്തിഗത സർവനാമമാണ്. ഹീ, പിന്നെ അവൻ എന്നാണ് അർത്ഥം.
ക്യാൻ എന്ന വേർഡ് ഇപ്പോൾ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന വേർഡാണ് ക്യാൻ, കഴിയുക. ഗോ, പോകുവാൻ. അവന് പോകാൻ കഴിയും എന്നാണ് ഞാൻ ഈ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം. പിന്നെ അവന് പോകാൻ കഴിയും. അപ്പം ഞാൻ ഈ ഒന്നാമത്തെ വാക്യം പറയുമ്പോൾ 2, 3, 4, 5, 6 എന്നീ നമ്പറിൽ വരുന്ന നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ, നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ, ഇത്രയും നിങ്ങൾക്ക് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. അപ്പോഴേ നമ്മളെ ഈ ക്ലാസ് കൊണ്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ, കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ആദ്യ ക്ലാസ്സുകളൊക്കെ കേൾക്കുക. ശേഷം ഞാൻ നിങ്ങൾക്ക് ടാസ്ക് പറഞ്ഞുതരാം. ഈ ടാസ്ക് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, പറഞ്ഞുതരാണ്. ഈ ടാസ്കിന് പറഞ്ഞ പേരാണ് മൗത്ത് ജിംനാസ്റ്റിക്സ്. മൗത്ത് ജിംനാസ്റ്റിക്സ്. ഞാനൊരു പേടിക്കണ്ട, വായ കൊണ്ട് ജിം എടുക്കാനല്ല പറഞ്ഞത് കേട്ടോ. ഞാൻ പഠിച്ചോനെ മാഷെന്ന് നല്ല പണി വന്നേക്കണ്, വായ കൊണ്ട് ജിം എടുക്കാൻ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞാണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊക്കെ സാധാരണ നമ്മൾ തനിച്ചായിരിക്കേണ്ട ഒരുപാട് സമയങ്ങൾ എൻ്റെയും നിങ്ങളുടെ ലൈഫിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? ഏകദേശം പിന്നെ നമ്മൾ ഉറങ്ങാൻ കൊടുക്കേണ്ട സമയം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്ക് നമ്മുടേതായിട്ട് മാറ്റി വെക്കാൻ പറ്റും. രാവിലെ ഉണർന്ന് വരുമ്പോൾ വേണമെങ്കിൽ ആ സമയം 10 മിനിറ്റ് അപ്പോൾ മതി, അല്ലെങ്കിൽ ഉച്ചക്ക് ഒരു 10 മിനിറ്റ്. ഈ 10 മിനിറ്റോട് നിങ്ങൾ ഇതിനെ പറഞ്ഞു നോക്കണം. ഹീ ക്യാൻ, ഞാൻ പറയുന്ന പോലെ ഹീ ക്യാൻ ഗോ. രണ്ടാമത്തെ വാക്യം എങ്ങനെ പറയാ? ഹീ കാൺറ്റ് ഗോ. കാൻറ്റ് എന്നല്ല പ്രൊണൗൺസിയേഷൻ, കാൺറ്റ് എന്നാണ്. ഹീ കാൺറ്റ് ഗോ. ഓക്കെ. ഇനി അടുത്ത് നമുക്കറിയാം പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ ഹീ ഗോ, അവന് പോകാൻ കഴിയോ? രണ്ടാമത്തെ വാക്യത്തിന്റെ മീനിങ് എന്താണ്? ഹീ കാൺറ്റ് ഗോ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് വരിക? അവന് പോകാൻ കഴിയൂല, അവന് പോകാൻ കഴിയൂല. ക്യാൻ ഹീ ഗോ, അവന് പോകാൻ കഴിയോ, പറ്റുമോ, അവന് പോകാൻ കഴിയോ? ഇനി അടുത്തത് നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചോദിക്കാം? കാൺറ്റ് ഹീ ഗോ, അവന് പോകാൻ കഴിയില്ലേ, പറ്റില്ലേ, അവന് പോകാൻ കഴിയില്ലേ, പറ്റില്ലേ. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ഹൗ, HOW, എങ്ങനെയെന്ന് അർത്ഥം വരുന്ന ചോദ്യവാക്കായ ഹൗ ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹൗ ക്യാൻ ഹീ ഗോ, അവനെങ്ങനെ പോകാൻ കഴിയും, അവനെങ്ങനെ പോകാൻ കഴിയും. ഇനി വൈ ചേർത്തുകൊണ്ട് നമുക്ക് നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. വൈ കാൺറ്റ് ഹീ ഗോ, വൈ കാൺറ്റ് ഹീ ഗോ, അവൻ എന്തുകൊണ്ട് പോകാൻ കഴിയൂല, അവൻ എന്തുകൊണ്ട് പോകാൻ പറ്റൂല. ഓക്കെ. ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്യങ്ങൾക്ക് തുല്യമായ ഇംഗ്ലീഷാണ്. അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം. കണ്ടോ, ഈ 6 വാക്യങ്ങൾ ഉണ്ടാക്കാൻ അപാരമായ കഴിവൊന്നും വേണ്ട. നമ്മുടെ മുമ്പത്തെ 2-3 ക്ലാസ്സുകൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും, ABCD 26 അക്ഷരം കാണാതെ അറിയുന്ന ഏതൊരാൾക്കും ഞാൻ ഈ പറയുന്ന സ്റ്റൈലിൽ വാക്യം ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ. ക്ലാസ് മലയാളത്തിൽ വരുമ്പോൾ ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. സോ ഐ വുഡ് ലൈക്ക് ടു ടേക്ക് യുവർ ക്ലാസ് ഇൻ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ്. That's my ambition. But as far as I am concerned, I am not in a position to take class completely in English now, because if I use my medium complete in English, that will make you difficult. You can't understand what I am teaching in my class. That's the main problem. ആരൊന്നും വിചാരിക്കരുത്. ഒരു പക്ഷേ എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഹസ്ബൻഡുമാരുണ്ടെങ്കിൽ അവർ സംശയിക്കും, ഈ സാറ് എന്താ സ്പോക്കൺ പഠിപ്പിക്കേണ്ട സാറ് പിന്നെ മലയാളം മാത്രം പറയുന്നതെന്ന്. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യമാരെ മലയാളത്തിലൂടെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. കാരണം അവർക്ക് ഞാൻ ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് ഒരു ഭാഗം മനസ്സിലാവില്ല. എന്നിട്ട് പടിപടിയായിട്ട് നമ്മുടെ മീഡിയം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി അങ്ങനെ അവർക്ക് ഈ കഴിവുണ്ടാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ മുതിർന്നവരും ഒന്ന് സഹകരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. ആൻഡ് പിന്നെ ക്ലാസ് പിന്നെ പഠിതാക്കൾ മാത്രമല്ല ബാക്കിയുള്ളവരും കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഓക്കെ കേട്ടോ, കേട്ടോളൂ, ഒരു പ്രോബ്ലവും ഇല്ല കേട്ടോ. എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ അത് വാട്സപ്പ് കൂടി ഇതിലൂടെ പറയണ്ട, കാരണം സൗണ്ട് ജാമ് വരും. വാട്സപ്പ് കൂടി എന്നെ അറിയിക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ പലപ്പോഴും ഫീഡ്ബാക്ക് അന്വേഷിക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ. കാരണം ഫീഡ്ബാക്കിനനുസരിച്ച് പുതിയ മെത്തേഡുകൾ നമ്മുടെ ടീച്ചിങ്ങിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പൊ നമുക്ക് ഹീ ക്യാൻ ഗോ, അവന് പോകാൻ കഴിയും. ഹീ കാൻറ്റ് ഗോ, അവന് പോകാൻ കഴിയൂല. ക്യാൻ ഹീ ഗോ, അവന് പോകാൻ കഴിയോ? ക്യാൻ ഹീ ഗോ, അവന് പോകാൻ കഴിയോ? കാൻറ്റ് ഹീ ഗോ, അവന് പോകാൻ കഴിയൂലേ, അവന് പോകാൻ പറ്റൂലേ? ഓക്കെ, ഹൗ ക്യാൻ ഹീ ഗോ, അവൻ എങ്ങനെ പോകാൻ കഴിയും? ഇനി വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി എരും പുളിയും കൂട്ടാൻ വേണ്ടി നമുക്ക് 2-3 വാക്കും കൂടി ചേർക്കുക അതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ അവസാനം. ഹൗ ക്യാൻ ഹീ ഗോ അലോൺ അറ്റ് മിഡ് നൈറ്റ്, അവൻ അർദ്ധരാത്രി എങ്ങനെ തനിച്ച് പോകാൻ കഴിയും? കണ്ട, അലോൺ എന്ന് പറഞ്ഞാൽ തനിച്ച് എന്നർത്ഥം. അപ്പോൾ പദസമ്പത്തും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായല്ലോ? അപ്പം എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഹീ ക്യാൻ ഗോ. ഞാൻ ടാസ്ക് തരാൻ പോവുകയാണ് കേട്ടോ. ഷീ വെച്ചുകൊണ്ട് നിങ്ങൾ ക്യാൻ ഉപയോഗിക്കാം. ഇനി പ്ലേ എന്ന വാക്കാണ് നിങ്ങൾ ഷീ ക്യാൻ പ്ലേ എന്ന ഒന്നാമത്തെ വാക്ക് ഞാൻ പറയാം. ബാക്കിയുള്ളതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കാണ്ട് ഞാൻ സമയം തരാം. നിങ്ങളെ കഴിയുന്ന പോലെ ടൈപ്പ് ചെയ്താൽ മതി. ആരും ധൃതി പിടിച്ച് കാണ്ട് സാറിപ്പത്തിന് ഓടിപ്പോകുമെന്ന് പറഞ്ഞു കാണ്ടൊന്നും അയക്കണ്ട. സമയത്ത് അയച്ചോളൂ, പക്ഷെ ഒരുപാട് സമയം എടുക്കരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ടാസ്ക് തരാൻ പോവുകയാണ്. എത്ര ആളുകൾ ഈ കാര്യം മനസ്സിലാക്കി എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഞാൻ ടാസ്ക് തരുന്നത്. ഞാൻ ഒരു വാക്കും തരും, ബാക്കിയുള്ള 5 എണ്ണം, ടോട്ടൽ 6 വാക്യം ഞാൻ പറഞ്ഞതും കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. ഷീ ക്യാൻ പ്ലേ, അവൾക്ക് കളിക്കാൻ കഴിയും. ഷീ ക്യാൻ പ്ലേ, അവൾക്ക് കളിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഞാൻ പറഞ്ഞത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നെഗറ്റീവ് നിങ്ങൾ പറയണം. പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ 3-മതായി പറയണം. 4-മതായി നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയണം. 5-മതായിട്ട് പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ പറയണം. 6-മതായിട്ട് നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യാം. വാട്ടോ, വിച്ചോ, വേറോ, വെന്നൊക്കെ യൂസ് ചെയ്യാം. സോ നമ്മുടെ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, റെഡി? 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ, തുടങ്ങിക്കോളൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. കൃഷ്ണപ്രിയ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. റജീന സമീർ ഫുള്ള് റെഡിയാണല്ല? റജീന, അൻഷിത അൻഷിത ഫുള്ള് വരട്ടെ. ഓക്കെ, ആരും പിന്മാറും. നിങ്ങൾക്കിത് കഴിയും എന്നുള്ളത് നിങ്ങളെ തെളിയിച്ചാണ് മുമ്പൊക്കെ. ഓക്കെ, വൈകി അഡ്മിഷൻ എടുത്തൊരുമ്പോൾ ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്യണം, ട്രൈ ചെയ്യാതെ മാറരുത്. ഓക്കെ, വെറ്റ് ഫുള്ള് വെറ്റ്. ഞാൻ വെയിറ്റ് ചെയ്യാണ്. രജന ജബിൻ, ജുഫൈന ഫുൾ കറക്റ്റാണ്. നഹാറി നിസാർ, ഓക്കെ, നല്ല അടിപൊളി വാക്യം വരുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് ബുദ്ധിമുട്ടി ഒരുപാട് സ്പീഡ് ടൈപ്പ് ചെയ്യണ്ട. നിങ്ങളെ സമയത്ത് ടൈപ്പ് ചെയ്തോളൂ. ഇതുവരെ ഒരാൾ ചെയ്ത് അയച്ചതിലും ഞാനൊരു തെറ്റ് കാണുന്നില്ല എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ തെറ്റുവരുത്താതിരിക്കുമ്പോൾ അധ്യാപകർ സന്തോഷം ഉണ്ടാവുമെന്ന് ഉറപ്പാണല്ലോ. ഓക്കെ, യെസ്, ഞാൻ ഈ പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞില്ല. മാജിദ, നസിമുനീസ് ഒക്കെ വരുന്നുണ്ട്. അജൂഷ ഒക്കെ വരുന്നുണ്ട്. യെസ്, ബട്ട് എല്ലാവരും ഇനിയും കുറച്ചും കൂടി ആളുകൾ പങ്കെടുക്കാനുണ്ട്. ഇപ്പോൾ 2 ലിങ്കിലും ആയിട്ട് ഏകദേശം 100ൻ്റെ അടുത്ത ആളുകൾ, 100ൻ്റെ പുറത്ത് പോയോ സംശയമുണ്ട്. 2 ലിങ്കും പാടെ ആളിപ്പോൾ ക്ലാസ്സിലുണ്ട്. ഫസ്റ്റ് ലിങ്കിൽ 70-80 ആളുകളുണ്ട്. സെക്കൻഡ് ലിങ്കിൽ ഏകദേശം 28 32 ആളുകൾ അതിലുണ്ട്. ഓക്കെ, സബാന PS റെഡിയാണ് കേട്ടോ. ഞാൻ എല്ലാവരും പേര് വിളിച്ച് പറഞ്ഞില്ല. ഇനി പേര് പറയാത്തതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ഓക്കെ,
എന്തായാലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ക്യാൻ ഉപയോഗിച്ചുള്ള വിദ്യ. ഇങ്ങനെ നമുക്കറിയാവുന്ന ഇഷ്ടം പോലെ സഹായക ക്രിയകളുണ്ട്. ഞാൻ എല്ലാവരും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ ഞാൻ അടുത്തൊരു സഹായക്രിയ പറയാൻ പോവുകയാണ്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം കൂടി പഠിക്കണം കേട്ടോ. അർത്ഥം അറിഞ്ഞുകൊണ്ട് വേണം ടൈപ്പ് ചെയ്യാൻ. കാരണം നമ്മൾ മലയാളികളാണ്, നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞ് പഠിക്കണം. അറിഞ്ഞ് പഠിക്കുമ്പോൾ അതുകൊണ്ടൊരു സ്റ്റൈല് വരുള്ളൂ. ഓക്കെ, അർത്ഥം അറിഞ്ഞാൽ മതി. അർത്ഥങ്ങളോട് എഴുതിയൊക്കൊന്നും വേണ്ട, മറന്നു പോകരുത്. ഓക്കെ, എങ്കിൽ ഞാൻ നെക്സ്റ്റ് പറയാൻ പോവുകയാണ്. ഞാനിവിടെ നിങ്ങൾ ഹാൻഡ്സ് ഉയർത്തുന്നുണ്ട്, ഞാൻ ഒന്നും ഇവിടുന്ന് നോക്കുന്നില്ല കേട്ടോ. കാരണം ക്ലാസ്സിൽ കംപ്ലീറ്റ് എൻഗേജ് ആയതുകൊണ്ട് എനിക്ക് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വയ്യ. അപ്പം അത് മാത്രമല്ല, നമ്മുടെ വീക്കാൻ അക്കാഡമിയിൽ പഠിക്കുന്ന പ്രിയ സഹോദരിമാരുടെ ID കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ എൻ്റെ മുമ്പിൽ മൊത്തം ID കാർഡാണ്. കാണിച്ചു തരാം. വീക്കാൻ അക്കാഡമിയുടെ ഭാഗമായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴുള്ള മിക്ക കുട്ടികളതും ID കാർഡ് തയ്യാറായി. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഒന്ന് അയക്കാൻ പറ്റിയില്ല, തിങ്കളാഴ്ച അയക്കുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാക്ക് മൈക്കിലൂടെ ആവും കാണാൻ കഴിയാം. ഒന്ന് പോസ് ചെയ്തോളൂ. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പിന്നെ ID കാർഡ്. ഓക്കെ, യെസ്, നേരത്തെ വാട്സപ്പിൽ അയച്ചത് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് നോക്കിക്കോളൂ. വീക്കാൻ അക്കാഡമിയുടെ ID കാർഡ്. ഇനി SCERT കൗൺസിലും ഡ്രീംസ് അക്കാഡമിയും ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവർതും നമ്മൾ എന്ത് ചെയ്യും, ഉടനെ അയക്കും കേട്ടോ. യെസ്, രണ്ട് ഫയലായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ID കാർഡ് നമ്മൾ ഒരുമിച്ച് ചെയ്യുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾ അഡ്രസ്സ് അയക്കുന്ന മുറക്ക്, പേയ്മെൻറ്റ് ചെയ്യുന്ന മുറക്ക് ഇവിടുന്ന് ടെക്സ്റ്റ് ബുക്ക് അയക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ നമുക്ക് ID കാർഡ് ചെയ്യാൻ പറ്റില്ല. ID കാർഡ് ഒരു മാസത്തിലൊക്കെ ഒരിക്കലേ നമ്മൾ പ്രിൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു 10-100 കുട്ടികളാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, കാരണം 1-2 ID കാർഡ് പ്രിൻ്റ് ചെയ്യാൻ കഴിയില്ല, 100 കോപ്പിയെങ്കിലും വേണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ID കാർഡ് വൈകുന്നത് കേട്ടോ. ഇനി ID കാർഡ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് വേണ്ടവർക്ക് എന്താ വെച്ചാൽ ഒരു ID കാർഡൊക്കെ അടിക്കാനുള്ള പേയ്മെൻറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് അടച്ചുകാണ് ചെയ്യേണ്ടി വരും. തൽക്കാലം നമുക്ക് ആ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അടുത്തത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന അടുത്ത ഓക്സിലറി. ഒക്കെ മനസ്സിലായല്ലോ. ഈ ഓക്സിലറി കൊണ്ടുള്ള കളികളാണ് ഇംഗ്ലീഷ്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തതാണ് ഇപ്പോൾ കഴിയുക എന്നുള്ള അർത്ഥം പറയുന്ന ക്യാന് പഠിച്ചു. ഞാൻ അടുത്ത് നിർബന്ധം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഷുഡ്. SHOULD. ആ വാക്ക് ഷുൾഡ് എന്ന് വായിക്കരുത്, ഷുഡ് എന്നാണ് വായിക്കുക. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മളത് വേഗം പറയുമ്പോൾ ഷിഡ് എന്നേ വരുള്ളൂ. ഷിഡ്. ഓക്കെ, അത് ഇംഗ്ലീഷിൻ്റെ സ്റ്റൈല് അങ്ങനെയാണ്. നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവരും ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുക. യു ഷുഡ് ഗോ. ഫസ്റ്റ് വാക്യം ഫുള്ള് ഞാൻ പറഞ്ഞു തരും. എന്നിട്ട് ഞങ്ങൾക്ക് ടാസ്ക് തരുള്ളൂ. യു ഷുഡ് ഗോ. നീ പോകണം. ഒരാൾ ഒരു പരിപാടിക്കോ ഫംഗ്ഷനോ മറ്റോ ഒക്കെ നിർബന്ധമായും പോവേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അയാളോട് ആ നിർബന്ധം പറയാണ്. നീ നിർബന്ധമായും പോകണം. യു ഷുഡ് ഗോ. നീ പോകണം. യു ഷുഡ് ഗോ. യു ഷുഡ് ഗോ. ഇനി ഇത് നമുക്കറിയാം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന്. ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പറയാം? യു ഷുഡിൻറ്റ് ഗോ. നീ പോകരുത്. യു ഷുഡിൻറ്റ് ഗോ. നീ പോകരുത്. കുട്ടികളോട് നെഗറ്റീവായിട്ടുള്ള കമാൻഡുകൾ പറയാൻ വേണ്ടി ഷുഡിൻറ്റ് യൂസ് ചെയ്യാം. കുട്ടികൾ നമ്മളൊക്കെ ഇപ്പോൾ മുതിർന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നേരം വൈകി വീട്ടിലേക്ക് കയറി വരുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് പറയാം യു ഷുഡിൻറ്റ് കം ലേറ്റ്. യു ഷുഡിൻറ്റ് കം ഹോം ലേറ്റ്. യു ഷുഡിൻറ്റ് കം ഹോം ലേറ്റ്. കം ഹോം എന്നുള്ളതാണ് കമോം എന്ന് പറയാം. കമോം. യു ഷുഡിൻറ്റ് കം ഹോം ലേറ്റ്. നീ നേരം വൈകി വീട്ടിൽ വരരുത്, നേരത്തെ വരണം. യു ഷുഡ് കം ഏർലി. യു ഷുഡ് കം ഏർലി. പോസിറ്റീവും പറയാം, നെഗറ്റീവും പറയാം. ഓക്കെ, ഇനി നമ്മൾ പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഷുഡ് ഐ ഗോ? ഞാൻ പോകണോ? ഞാൻ പോകേണ്ട നിർബന്ധമുണ്ടോ? ശരിക്കും അങ്ങനെ സൂചന. ഷുഡ് ഐ ഗോ?
ഞാൻ പോകേണ്ട നിർബന്ധമുണ്ടോ? ഓക്കെ. ഷുഡ് ഐ കം? ഞാൻ വരണോ? ഞാൻ വരേണ്ട നിർബന്ധമുണ്ടോ? ഷുഡ് ഐ പ്ലേ? ഞാൻ കളിക്കണോ? ഞാൻ കളിക്കേണ്ട നിർബന്ധമുണ്ടോ? ഓക്കെ. ഷുഡ് ഐ റീഡ് ഓൾ ദ ഇൻസ്ട്രക്ഷൻ? ഞാൻ എല്ലാ നിർദ്ദേശങ്ങളും വായിക്കണോ? വായിക്കേണ്ട ആവശ്യമുണ്ടോ? വായിക്കേണ്ട നിർബന്ധമുണ്ടോ? ഓക്കെ. അപ്പോൾ ഷുഡ് നമുക്ക് എന്താ പറയുക, ഈ രൂപത്തിൽ നമുക്ക് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി അടുത്തതാണ് നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. എന്താ പറയുക? ഷുഡിൻറ്റ് ഐ ഗോ? എനിക്ക് പോവാൻ പാടില്ലേ? എനിക്ക് പോവാൻ പാടില്ലേ? ഓക്കെ. അത് നാഗവല്ലി പറഞ്ഞ പോലെ തന്നെ, അല്ലിക്ക് ആഭരണം എടുക്കാൻ എന്താ എനിക്ക് പോകാൻ പാടില്ല, വിടമാട്ടേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഷുഡിൻറ്റ് ഐ ഗോ ടു പർച്ചേസ് ഓർണമെന്റ്സ് ഫോർ നാഗവല്ലി? അത് പിന്നെ ഇംഗ്ലീഷിൽ പ്രേതമാകുമ്പോഴേ ഇംഗ്ലീഷ് പറയുള്ളൂ കേട്ടോ. ഇത് നാഗവല്ലിക്ക് തമിഴേ അറിയുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇതല്ലേ പിന്നെ എന്താ പറയുക, പിന്നെ മദാമൻ്റെയും പിന്നെ പ്രേതം ദേഹത്ത് കയറി കൂടണം. അപ്പോഴേ അതല്ലേ ഈ പ്രേതശാസ്ത്രം അങ്ങനെ തന്നെയല്ലേ, ഡുവൽ പേഴ്സണാലിറ്റി ഇല്ലേ? അങ്ങനെയല്ലേ നിങ്ങളും പഠിച്ചേക്കേണ്ടത്. പിന്നെ ഈ മരിച്ചുപോയ ആൾക്കാർ ആത്മാവ് നമ്മളെ ദേഹത്ത് കയറി കൂടുക. അപ്പോൾ നമ്മൾ ആ ആളെപ്പോലെ സംസാരിക്കും, ആ ആളെപ്പോലെ നടക്കുക, ആ ആളെപ്പോലെ പെരുമാറുക, ആ ആളായിട്ട് മാറുക. അല്ലേ? ആദ്യം സിമ്പതിയാണ് ഈ കാര്യം, പിന്നെ എമ്പതി ആവും, പിന്നെ ഇതെല്ലാംപാടെ കൂടിയ ആൻറ്റിപതി ആവും. അങ്ങനെയല്ലേ അത് പറഞ്ഞത്? ഈ ഒരു അല്ലാതെ ഈ മരിച്ചുപോയ ആൾക്കാരൊന്നും ജീവനോടെ മരിച്ചുപോയ ആൾക്കാർ നീച്ചു തരില്ലല്ലോ. മരിച്ചുപോയ ആൾക്കാർ നീച്ചിക്കാണ്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ റേഷൻ കാർഡിലൊക്കെ എത്ര പേജ് വേണ്ടി വരും? ഓരോ വീടും മിക്കവാറും ജില്ലയായി പ്രഖ്യാപിക്കേണ്ടി വരും. അത്രയും ഉണ്ടാവും അംഗസംഖ്യ. ഉറപ്പല്ലേ? വിവിധ മതസംസ്കാരം അനുസരിച്ച് ഒരിക്കലും നീച്ചു പോരാതിരിക്കാനുള്ള രീതിയിൽ കല്ലൊക്കെ പായാണ്ടാണ് മറവ് ചെയ്ത് പോരുന്നത്. അതൊരു സത്യതല്ലേ? അപ്പോൾ ഇതാണ് ശരിക്ക്. അങ്ങനെ ഞാൻ പഠിച്ചത് അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാവുന്ന എങ്ങനെ എനിക്കറിയില്ല കേട്ടോ. ഷുഡ് യു പറയാം. ഷുഡ് യു ഗോ ദേർ? നിനക്കവിടെ പോകണോ? ഷുഡ് യു ഗോ ദേർ? നിനക്കവിടെ പോകേണ്ട നിർബന്ധമുണ്ടോ? യു ക്യാൻ സ്റ്റേ വിത്ത് മീ? നിനക്ക് എൻ്റെ കൂടെ സ്റ്റേ ചെയ്തൂടെ? അപ്പോൾ നമ്മളെ അമ്മായിൻ്റെ മോള് വിരുന്നു നടക്കാൻ വേണ്ടി വന്ന്, പക്ഷെ അവൾക്ക് കുറച്ച് എല്ലാ കാര്യങ്ങളിലും കുറച്ചൊരു ധൃതിയും ഈ നമ്മുടെ കേരളീയ ഭാഷയിൽ പറഞ്ഞ ചൊടിയും കൂടിയ ആളാണ്. അപ്പോൾ അവള് നമ്മോട് പറയണം, ഐ ഷുഡ് ഗോ ടു നൈറ്റ്, എനിക്കിന്ന് രാത്രി തന്നെ പോകണം. ഐ ഷുഡ് ഗോ ടു നൈറ്റ്, എനിക്കിന്ന് ഇന്ന് രാത്രി തന്നെ പോകണം. അപ്പോൾ നമ്മൾ പറയാണ്, ഷുഡ് യു ഗോ ടു നൈറ്റ്? നിനക്ക് ഇന്ന് രാത്രി തന്നെ പോകണോ? യു ക്യാൻ സ്റ്റേ വിത്ത് മീ ടു നൈറ്റ്? നിനക്ക് ഇന്ന് എൻ്റെ കൂടെ സ്റ്റേ ചെയ്തൂടെ? ക്യാൻ യു സ്റ്റേ വിത്ത് മീ? നിനക്ക് എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ? സ്റ്റേ ചെയ്യാൻ കഴിയുമോ? ഇറ്റ്സ് ലോങ് ടൈം സിൻസ് വി മെറ്റ്. നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലമായില്ലേ. എന്തെല്ലാം നമുക്ക് പറയാറുണ്ട്. വി ഹാവ് ടു ചാറ്റ് എ ലോഡ് ഓഫ്. നമുക്ക് ഒരുപാട് ചാറ്റാനുണ്ട്. ഈ ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ കൂടി മെസ്സേജ് അയക്കൽ മാത്രമല്ല കേട്ടോ. ഈ വാട്സപ്പ് ഇറങ്ങേണ്ട മുമ്പും ചാറ്റ് ചെയ്തിരുന്നു. ചീറ്റല്ല, ചാറ്റാണ്. ഓക്കെ. പക്ഷേ പലപ്പോഴും ചീറ്റിംഗ് ഉണ്ടാവാറുണ്ട്, അത് വേറെ കാര്യം. ഈ ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ സംസാരിക്കുന്നതിന് ഇംഗ്ലീഷുകാർ പറയുന്ന പേരാണ് ചാറ്റ്. അല്ലാതെ വാട്സപ്പിലൂടെ മാത്രം ചെയ്യുന്നതല്ല കേട്ടോ. വാട്സപ്പ് വന്നപ്പോൾ ഈ സംഭവം അവിടെ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ആ പേര് അവിടെ വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് ഷുഡ് വെച്ചുകൊണ്ട് ഷുഡിൻറ്റ് ഐ ഗോ? എനിക്ക് പോവാൻ പാടില്ലേ? ഷുഡിൻറ്റ് ഐ ഗോ ടു പർച്ചേസ് ഓർണമെന്റ്സ് ഫോർ നാഗവല്ലി? എനിക്കിന്ന് നാഗവല്ലിക്ക് ആഭരണം എടുക്കാൻ പോകാൻ പാടില്ലേ? ഓക്കെ. ഞാൻ ശോഭന പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ കേട്ടോ. ഓക്കെ, യെസ്. ഇനി വൈ ഷുഡ് ഐ ഗോ? ഞാൻ എന്തിനു പോകണം? അപ്പം നമ്മളെടുത്ത് ഒരാൾ പറഞ്ഞു, യു ഷുഡ് ഗോ ഫ്രം മൈ ഹൗസ്. നീ എൻ്റെ വീട്ടിൽ നിന്ന് പോകണം, എൻ്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പറയും, വൈ ഷുഡ് ഐ ഗോ? ഞാൻ എന്തിനു പോകണം? ഓക്കെ, അതാണ് പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ. ഈ നെഗറ്റീവ് WH ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും, വൈ ഷുഡിൻറ്റ് ഐ ഗോ? എനിക്ക് എന്തുകൊണ്ട് പോകാൻ പാടില്ല?
വൈ ഷുഡിൻറ്റ് ഐ ഗോ ടു പർച്ചേസ് ഓർണമെന്റ്സ് ഫോർ നാഗവല്ലി? നാഗവല്ലിക്ക് ആഭരണം വാങ്ങിക്കാൻ എനിക്ക് എന്തുകൊണ്ട് പോകാൻ പാടില്ല? ലീവ് മീ നോട്ട്, ലീവ് മീ നോട്ട്. ഞാൻ കുറച്ച് ആക്ഷൻ എടുക്കും കേട്ടോ, അത് വേണ്ട. ലീവ് മീ നോട്ട് പറഞ്ഞാൽ അതിനെ വിടമാട്ടെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ലീവ് മീ നോട്ട്. ഓക്കെ, യെസ്. അപ്പോൾ കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ബേസിക് സെൻറ്റൻസുകൾ നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ചില ഓസ്ലറി പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും, ഒരു പരാതിയുണ്ട്, എന്താ അറിയോ, നമ്മുടെ വിദ്യാർത്ഥികൾ ഈ ടാസ്കുകൾ ചെയ്ത് വിടുന്നതിൽ അല്പം പുറകോട്ടാണോ എന്ന്. കാരണം നിങ്ങൾ ഇംഗ്ലീഷിന് ടാസ്കുകൾ എഴുതി അത് വിടുക തന്നെ വേണം. ഓക്കെ, ഞാൻ ഏറെക്കുറെ എല്ലാത്തിനും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും 24 hours ഉള്ളിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്, അവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് പോസ് ചെയ്യൂ കേട്ടോ, ഒന്ന് പോസ് ചെയ്യൂ. ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ള ആദ്യ ഓസ്ലറി വുഡാണ്. വുഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു 6 വാക്യം മാത്രമല്ല, 12 വാക്യോ 18 വാക്യോ ഒക്കെ സബ്ജക്റ്റ് മാറ്റി കൊടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. വുഡ് എന്ന വാക്കിൻ്റെ സൂചന പതിവായിരുന്നു എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഹീ വുഡ് സ്റ്റഡി, അവൻ പഠിക്കുക പതിവായിരുന്നു. ഹീ വുഡ് സ്ലീപ്പ്, അവൻ ഉറങ്ങുക പതിവായിരുന്നു. ഹീ വുഡ് റൈറ്റ്, അവൻ എഴുതുക പതിവായിരുന്നു. ഓക്കെ, അങ്ങനെ അർത്ഥം പറയാം. ഐ വുഡ് റൈറ്റ്, ഞാൻ എഴുതുക പതിവായിരുന്നു. ഇപ്പോഴില്ലാത്തതും മുമ്പ് ഉള്ളതുമായ പതിവിന്, ഇപ്പോഴില്ലാത്തതും മുമ്പ് ഉള്ളതുമായ ശീലങ്ങളെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറിയാണ് വുഡ്. വുഡിനും വേറെയും പ്രയോഗങ്ങളുണ്ട്, ഇപ്പം നിങ്ങളിത് പഠിച്ചാൽ മതി. അപ്പം അത് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും ടാസ്ക് എഴുതിക്കാണ്ട് വിടുക. ടാസ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ടാസ്ക് ചെയ്തുകൊണ്ട് 6 വാക്യം മാത്രം ആക്കണമെന്നില്ല, 12, 18, 24 എത്ര ആയാലും ഞാൻ സ്വീകരിക്കും. ഓക്കെ കേട്ടോ. ഇനി ഒരു വേർഡും കൂടി പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഈ ഇനത്തിൽപ്പെടുന്ന വേറെ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള, അപ്പോൾ നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വേർഡും കൂടി നിങ്ങളെ ശ്രദ്ധയിലേക്കായിട്ട് പറയുകയാണ്. നീഡ്. അടുത്താണ് നീഡ്. നീഡ് ചേർക്കുമ്പോൾ നമുക്ക് ടു ചേർത്തുകൊണ്ട് പറയുന്നതാണ് നല്ലത്. ടു ചേർക്കാതെയും പറയാവുന്നതാണ്. ഓക്കെ, ഹീ നീഡ് ഗോ, അവന് പോകേണ്ട ആവശ്യമുണ്ട്. നീഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ആവശ്യം എന്നാണ്. ഹി നീഡ് ഗോ, അവന് പോകേണ്ട ആവശ്യമുണ്ട്. ഹി നീഡ് ടു ഗോ എന്ന് പറഞ്ഞാലും അവന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഹി നീഡ് ഗോ നമുക്കറിയാം, അത് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഹി നീഡിൻറ്റ് ഗോ, അവന് പോകേണ്ട ആവശ്യമില്ല. യു നീഡിൻറ്റ് ഗോ, നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഐ നീഡിൻറ്റ് ഗോ, ഞാൻ പോകേണ്ട ആവശ്യമില്ല. ഐ നീഡിൻറ്റ് മീറ്റ് ഹിം, ഞാൻ അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമില്ല. ഐ നീഡിൻറ്റ് സ്പീക്ക് വിത്ത് ഹിം, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഐ നീഡിൻറ്റ് അപ്ലൈ ഫോർ ദ പോസ്റ്റ്, എനിക്ക് ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ടുള്ള വാക്യങ്ങൾ ഇതിനെ നടത്താം. അപ്പോൾ വുഡും നീഡും ഉപയോഗിച്ചുകൊണ്ട് മിനിമം 6 വാക്യങ്ങൾ, വുഡ് ഉപയോഗിച്ചുകൊണ്ട് 6 വാക്യങ്ങൾ, നീഡ് ഉപയോഗിച്ചുകൊണ്ട് 6 വാക്യങ്ങൾ. വുഡിൻ്റെ അർത്ഥം പിന്നെ ചെയ്യുക പതിവായിരുന്നു. വുഡ് ഗോ പോവുക പതിവായിരുന്നു. വുഡ് സിറ്റ് ഇരിക്കുക പതിവായിരുന്നു. വുഡ് സ്ലീപ്പ് ഉറങ്ങുക പതിവായിരുന്നു. ഇനി നീഡാണെങ്കിൽ ആവശ്യം. ഐ നീഡ് ഗോ, എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഐ നീഡ് ടു ഗോ, എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. 2 മോഡലും ഒരേപോലെ യൂസ് ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, അപ്പോൾ ടാസ്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ അടുത്തൊരു ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. ഇന്നും നമുക്ക് ക്ലാസ് റെക്കോർഡ് തന്നെയാണ്, കാരണം ഒത്തിരി ആളുകൾ ക്ലാസ് റെക്കോർഡിംഗ് ഉണ്ട്, കൂടാതെ ക്ലാസ്സിലെ എണ്ണം റെക്കോർഡ് തന്നെയാണ്. അത്യാവശ്യം 2 ബാച്ചിലുമായിട്ട് 100ന്റെ അടുത്ത ആളുകൾ ക്ലാസ്സിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഞാൻ എണ്ണിക്കിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം നന്നായി പഠിക്കുക, കിട്ടിയ അവസരം നന്നായി വിനിയോഗിക്കുക. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് ഞാൻ വിട പറയുകയാണ്. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് വിത്ത് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, നീ ലീവ് ചെയ്തോളൂ കേട്ടോ.